ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. എം.എൽ.എമാരുടെ പിന്തുണയ്ക്കപ്പുറം സംസ്ഥാനത്തിന്റെ ജനഹിതം കൂടി കണക്കിലെടുത്താണ് ഹൈക്കമാൻഡ് തീരുമാനം. നേരത്തെ കേരളത്തിലെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവരുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. ദില്ലിയിൽ എ.ഐ.സി.സി. വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. എ.ഐ.സി.സി. നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് നേടിയ വൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾക്കും നേതൃത്വ തർക്കങ്ങൾക്കും ഒടുവിലാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. എം.എൽ.എയായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും തിളങ്ങിയാണ് സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഒരു തവണ പോലും മന്ത്രിസ്ഥാനം വഹിക്കാതെയാണ് സതീശൻ മുഖ്യമന്ത്രിയാകുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം യു.ഡി.എഫ് ഭരണം തിരിച്ചുപിടിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുന്നണി 100-ലേറെ സീറ്റ് നേടി അധികാരത്തിലെത്തുന്നതും. 63 സീറ്റ് നേടി കോൺഗ്രസ് വലിയ ഒറ്റകക്ഷിയായി. മുസ്ലിം ലീഗ് 22ഉം കേരള കോൺഗ്രസ് ജോസഫ് 7ഉം ആർ.എസ്.പി. 3, ആർ.എം.പി. 1, കേരള കോൺഗ്രസ് ജേക്കബ് 1, 4 സ്വതന്ത്രർ എന്നിവർ ഉൾപ്പെടെ യു.ഡി.എഫിന്റെ അംഗബലം 102 ആണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച ജനറൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യും.